കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി രോഗികൾ. ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെ ദുരിതത്തിലായ സാഹചര്യത്തിലാണ് രോഗികളും ബന്ധുക്കളും കൂട്ടിരിപ്പുകാരുമടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. മരുന്നുകൾ കിട്ടാനില്ലാതെ ദുരിതാവസ്ഥയിലായതും നിസ്സഹായാവസ്ഥ നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് രോഗികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. അടുത്ത് വരും എന്ന് പറയല്ലാണ്ട് അതിനൊരു മറുപടിയായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നത് വാങ്ങിക്കൊടുക്കണം, അവർക്ക് ഡയാലിസിസ് മുടക്കാൻ പറ്റുമല്ലോ, അപ്പോൾ ഏതെങ്കിലും തോതിൽ വാങ്ങിക്കൊടുക്കുക, അതാണ്. അപ്പം ഞങ്ങൾ അവർക്ക് ഡയാലിസിസ് ചെയ്ത് രോഗിച്ച് അസമുട്ടാണ്, ഒന്നും മാറ്റിയേക്കാൻ പറ്റാത്ത അവസ്ഥയാണത്. അതിനുള്ള പൈസയാണ് ഞങ്ങൾക്കില്ലാത്തത്. ഇത് ഡയാലിസിസ് ചെയ്ത് ഒരു തരണമല്ലോ, ഞങ്ങൾക്ക് ഒരു തരാൻ അവർക്ക് മരുന്ന് കൊടുക്കേണ്ട, ഞങ്ങൾ എന്തായാലും ഏകദേശം തോതിൽ കടം വാങ്ങി കൊടുക്കന്നെ. മക്കളും അതിൻ്റെ ഉള്ളിൽ കൂടി പഠിക്കുന്നവരൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കക്കോടി സ്വദേശി ഷീബ. അസുഖബാധിതനായ ഭർത്താവ് ബിജുവിന്റെ ചികിത്സയ്ക്കായി കഴിഞ്ഞ 4 വർഷമായി ഇവർ മെഡിക്കൽ കോളേജിൽ കയറിയിറങ്ങുകയാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയാണ് ചികിത്സ. ഡയാലിസിസിനുള്ള മരുന്നും കിട്ടാതായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ. ഇങ്ങനെ നിരവധി രോഗികളാണ് ദുരിതം അനുഭവിക്കുന്നത്. കൂടിയ വിലയ്ക്ക് പുറത്തുനിന്നും മരുന്ന് വാങ്ങിയാണ് പലരും ഇപ്പോൾ ചികിത്സ തുടരുന്നത്. എന്നാൽ പലർക്കും അതിനു കഴിയാത്ത അവസ്ഥയിലാണ്. രണ്ടാക്കും പണിക്ക് പോകാനുള്ള ഒരു ഇതുമില്ല. ഞങ്ങളെ കുടുംബക്കാരും അയൽവാസികളും പിന്നെ നാട്ടുകാരെല്ലാം കൂടി ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്നത് തന്നെ. എന്ത് ചെയ്യണം? പിന്നെ ഇപ്പോൾ മരുന്ന് 1.5 മാസമായി മരുന്നും 2 മാസത്തിനടുത്തായി മരുന്നും മേടിച്ച് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെയ്ത് ഈ മരുന്നിൻ്റെ എന്തെങ്കിലും ചെയ്ത് തരണം. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടില്ല, ഡയാലിസിസ് നിർത്താനും പറ്റൂല. മെഡിക്കൽ കോളേജിലെ ന്യായവില ഷോപ്പുകളിൽ മരുന്നുകൾ കിട്ടാനേയില്ല. മരുന്ന് എപ്പോൾ എത്തുമെന്നതിനെ കുറിച്ച് ആശുപത്രി അധികൃതർക്കും ഒന്നും അറിയില്ല. ഒരുപാട് പ്രാവശ്യം നമ്മൾ അവിടുത്തെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഞങ്ങൾ കയറി ഒരുപാട് പ്രാവശ്യം കയറിയിട്ടുണ്ട്. അവർ ഇന്ന് റെഡിയാവും, നാളെ റെഡിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പോയ ടൈമിൽ ഏകദേശം തിരുവനന്തപുരത്ത് റെഡി ആയിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് വരാനുള്ളൊരു ഇതും കൂടി ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോഴും വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. കോടികളുടെ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ മരുന്നു വിതരണം നിർത്തിയത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെ ദുരിതത്തിലാണ്. ഡയാലിസിസിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് അധികൃതർ സാധാരണക്കാരായ ഇവരുടെ കണ്ണീർ കാണാത്തത്? ഉടനടി പ്രശ്നത്തിന് പരിഹാരമുണ്ടാവണം. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.